ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ തന്നെ വന്നിട്ട് ക്ലീനിങ് ആണ് കേട്ടോ. ഞാൻ പൊലച്ചക്ക് തന്നെ നമ്മൾ കഴിച്ച പ്ലേറ്റും എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. പിന്നെ രാവിലെ വന്നാൽ മക്കൾ നോമ്പ് വെൽക്കാത്തത് കൊണ്ട് അവർ കഴിച്ച പാത്രങ്ങളും പിന്നെ വൈകുന്നേരത്തിനുള്ള കുറച്ച് പണികളൊക്കെ ചെയ്ത് വെക്കും. ബീഫൊക്കെ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വേവിക്കാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കും. ഇനി എന്തെങ്കിലും പൊരി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളത് സെറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ പത്തിരി ആണെങ്കിൽ പരത്തി വെക്കും. പിന്നെ അതെല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞ്. ഇത് ഞങ്ങൾ മുറ്റാണ് കേട്ടോ. ഇനി തുടക്കണം. അപ്പോൾ തുടക്കാൻ വേണ്ടിയിട്ട് വരുവാണ്. അപ്പോൾ ഇന്ന് മേളിലാണ് ഞാൻ ക്ലീനിങ് ചെയ്യുന്നത്. താഴെ ചെയ്യുന്നുണ്ട്, പക്ഷേ മേളിൽ 2-3 ദിവസം കൂടുമ്പോഴാണ് ഞാൻ ഡീപ്പായിട്ട് ക്ലീനിങ് ചെയ്യാട്ടോ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് 2-3 ദിവസം കൂടുമ്പോൾ എന്തായാലും അടിച്ചു വാരി തുടക്കും. പക്ഷെ ഡീപ്പായിട്ട് ക്ലീനിങ് ചെയ്യുക ആഴ്ചയിലൊരിക്കലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറേ പുതപ്പ്, ഇവന്മാർ താഴെയാണ് കിടക്കുക മക്കൾ. അപ്പം അവർ വിരിക്കുന്നതും പിന്നെ എ സി ഒക്കെ ഇട്ട് കിടക്കുന്നതിനെ കൊണ്ട് പുതപ്പും വിരിപ്പും ഒക്കെ മടക്കി വെക്കാനുണ്ട്. പിന്നെ ഇതാ കിടന്ന് മൊത്തം മറിഞ്ഞതിൻ്റെ ഒരു ഇതാണ് ഈ ഒരു ബെഡിൽ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്ത് വെക്കണം. എല്ലാം മടക്കി ഒതുക്കി എടുത്ത് വെച്ചാൽ ഒരു റൂമിന് തന്നെ ഒരു പോസിറ്റീവ് ഉണ്ടാവുള്ളൂ കേട്ടോ. അടിച്ചു വാരി തുടക്കാൻ എന്നും തുടച്ചിട്ടില്ലെങ്കിലും ഇതെല്ലാം എന്നും ക്ലീനാക്കി വെക്കും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് റൂമൊക്കെ കയറി വരാനൊരു പോസിറ്റീവ് ഉണ്ടാവില്ല. ഒരു പോസിറ്റീവ് എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം അടക്കി ഒതുക്കി വെക്കണം കേട്ടോ. പിന്നെ മേളിലങ്ങനെ ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ 2-3 ദിവസം കൂടുമ്പോൾ എന്തായാലും പൊടി ഉണ്ടാവും. നമ്മളിവിടെ ഇങ്ങനെ നടക്കുന്നതല്ലേ. പിന്നെ ഇവന്മാർ പേപ്പറും കാര്യങ്ങളും ഒക്കെ ആക്കിയിടും. അതെല്ലാം പിന്നെ ഇവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ, അതിലാണ് കേട്ടോ അവർ ഇടുന്നത്. അപ്പം ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക്. നേരം വെളുത്തപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്, 8:30 ആയിട്ടുണ്ട്. മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാനിതെല്ലാം എടുക്കുന്നത് കേട്ടോ. താഴത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും കംപ്ലീറ്റ് താഴത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ മേളിലോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ കണ്ടോ റൂമിൽ എന്തൊരു വൃത്തിയായിട്ടോ, നല്ല ഭംഗിയുണ്ട്. ഞാൻ ഓൺ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഫോണിന് അത്രയും വലിയ സ്പീക്കറൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് കാണുന്നില്ല കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ചമ്മലും ചണ്ടിയൊക്കെ ഉണ്ട്. കാരണം ഞാനൊന്ന് ഫുള്ള് തട്ടിയെടുത്തിട്ടാണ് ഇവിടെ ഇന്ന് ക്ലീൻ ആക്കിയത്. പിന്നെ താഴെ എന്തെല്ലാമൊക്കെയോ ഉണ്ട് കേട്ടോ, ഇവന്മാരാക്കിയത് തന്നെയാണ്. പക്ഷെ പേപ്പറും കാര്യങ്ങളൊക്കെ അതാ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിലാണ് ഇടാറുള്ളത്. ഇന്ന് നല്ല ഇതുണ്ട്, പൊടിയും ഉണ്ട് കേട്ടോ. എന്തോ മണലോ പൊടിയൊക്കെ പോലെ ഉണ്ട്, എന്ത് കൊണ്ടുവന്നിട്ടാണെന്നറിയില്ല. എന്തായാലും ചവിട്ടാൻ വയ്യായിരുന്നു. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാം കേട്ടോ. അടിച്ചു വാരി ഈ അലമാരിയുടെ ചോട്ടിലൂടെ ഒക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ വരാനുണ്ടാവും കേട്ടോ. ഇപ്പോൾ കണ്ടില്ല ബാറ്റ് വന്നു, അതുപോലെ ഇനിയും വരാനുണ്ട്. ഇതാ കണ്ടോ, ഫോള്, ചാർജർ, ഇതൊക്കെ ഇവന്മാർ കൊണ്ട് വിടുന്നതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ കൊണ്ടിടുന്നതല്ല, ഇവന്മാർ കൊണ്ടിടുന്നതാണ്. കൂടുതൽ പൊടിയൊന്നും ഇല്ല കേട്ടോ. കണ്ടോ, ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒരു ഇതുണ്ട്, അത്രയൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ അടിച്ചു വാരി കഴിഞ്ഞാൽ നല്ലൊരു വൃത്തിയാണ് കേട്ടോ. പിന്നെ അത് ആ ഹോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവന്മാരുടെ ബുക്കും കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കാണ്ടും ഞാനങ്ങനെ രാവിലെ ഒതുക്കി വെക്കും, വൈകുന്നേരം അവന്മാർ വന്നാൽ അങ്ങനെ വലിച്ചിടും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരവസ്ഥ. അവിടെയും കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ താഴേക്ക് തന്നെ തട്ടിയിടുകയാണ്. ഏതായാലും അടിച്ചു വാരണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അയലയിൽ കുറച്ച് തുണികളൊക്കെ ഉണ്ട്, അതൊക്കെ അടിച്ചിട്ട് മടക്കി വെക്കാനുണ്ട് കേട്ടോ ഇനി. അപ്പോൾ ഇവിടെയും കൂടെ അടിച്ചു വാരി പോട്ടെ കേട്ടോ. തുണി ഇത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ തുടയ്ക്കാനും അതുപോലെ ഈ തുണികളൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ട്. അപ്പം ആദ്യം അടിച്ചു വാരിയിട്ട് വേണം കേട്ടോ. ഇവിടെ അത്യാവശ്യം ചമ്മലിപ്പം ഉണ്ട്, കാരണം ഞാൻ ഈ ടേബിളൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഒരുപാട് പേപ്പറും കാര്യങ്ങളൊക്കെ താഴേക്ക് ഇട്ടു കേട്ടോ.
അവർ ടേബിളൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു പേപ്പറും അവരെന്തെല്ലാം കൊണ്ടുവച്ച കവറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു വേസ്റ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതാ ചെറിയ പൊടികളുണ്ടാവും. അടിച്ചു തരുമ്പോൾ നല്ലൊരു വൃത്തിയാണ് കേട്ടോ. പിന്നെ അതാ ഇനി ഇവിടെ തുടയ്ക്കുകയാണ്. തുടയ്ക്കലും കൂടെ കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞല്ലോ. എന്നാൽ പിന്നെ എനിക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അടിച്ചു വാരിയാൽ തന്നെ നല്ലൊരു വൃത്തിയാണ് കേട്ടോ. പിന്നെ തുടയ്ക്കും കൂടെ ആണെങ്കിൽ ഒന്നുകൂടെ വൃത്തി കിട്ടും. അത്രേ ഉള്ളൂ. ഇവിടെ ഒരുപാട് ഇതൊന്നും ഉണ്ടാവില്ല, കാരണം ഇങ്ങോട്ട് ആരും കയറാറില്ല, ഞങ്ങൾ തന്നെ ഉണ്ടാവാറുള്ളൂ. പിന്നെ മക്കളായാലും കൂടുതൽ സമയം താഴെ തന്നെയല്ലേ, അപ്പം അത്ര അങ്ങോട്ട് വൃത്തികേടും കാര്യമൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഞാൻ മൊത്തത്തിലൊന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് റൂമും ഹോളും ഒക്കെ. ഈ അടിച്ചു വാരി തുടച്ച് അന്ന് വരുന്ന ദിവസം ഭയങ്കര ഒരു പോസിറ്റീവായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് വാഷിംഗ് മെഷീനിൽ കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളമൊക്കെ തിരിച്ചിട്ടിട്ട് പോവാണ്. അപ്പം അതിനി അവിടെ കിടന്ന് അങ്ങനെ ആയിക്കോളുമല്ലോ, പിന്നെ അതിൻ്റെ പുറകെ നടക്കണ്ടേ. പൊതുവേ വാഷിംഗ് മെഷീനിൽ അലക്കുന്നതിനെ കൊണ്ട് പുറത്തു കൊണ്ടുപോയി അലക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഫുള്ള് മേലെയും താഴെയൊക്കെ ക്ലീനിങ് കഴിഞ്ഞു. താഴെ അടിച്ചു വാരി തുടച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോസിറ്റീവോ നെഗറ്റീവായ കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.